ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടത് കടല വേണം, തേങ്ങാക്കൊത്ത് വേണം, ഉപ്പ് വേണം, പിന്നെ പപ്പടം വേണം, ചന മസാല വേണം, പിന്നെ കടല വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും വേണം. കടല നമ്മൾ തലേന്ന് ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ കടല ഇട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് അടച്ച് വെക്കുക. കടല മുഴുവനായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കടലയിൽ കുറച്ചുകൂടെ വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ കടല അതിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ ചന മസാലയും കൂടെ ചേർക്കുക. ചന മസാല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, മസാല വേണമെന്നില്ല. തേങ്ങാക്കൊത്തും കടലയും കൂടെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പപ്പടം ചേർക്കാം. എന്നിട്ട് ആ കാച്ചിയെടുത്ത പപ്പടം നല്ല ചൂടോടെ പൊടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, തണുത്ത് പോവരുത്. നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കടലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കണം. പപ്പടം തണുത്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മസാല ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കടലയും തേങ്ങാക്കൊത്തും പപ്പടം കൂടെ ചേർത്ത് കഴിക്കാൻ തന്നെ നല്ല രസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ മസാല ചേർത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. മസാല ചേർത്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള കടലയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.